ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 6ാമത്തെ പാഠം ആയിട്ടുള്ള കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നതിലെ പ്രവർത്തനങ്ങളും അതുപോലെ ആ പാഠഭാഗത്തിന്റെ മുഴുവൻ വിശദീകരണവുമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കിവിടെ പാഠം തുടങ്ങുന്ന സമയത്ത് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ പന്തങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ചൊല്ലി നോക്കൂ. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളു കണക്കൊരു തീനാളം കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിരവാർത്തു പണിക്കേകി. അപ്പൊ ഇവിടെ കൃഷിയുടെ ആരംഭത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. തീയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചും കൃഷിയുടെ ആരംഭത്തെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെ കുറിച്ചാണ് വൈലോപ്പിള്ളി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. വളരെ കാലം മുൻപ് വിത്തുകളിൽ നിന്ന് സസ്യങ്ങൾ എങ്ങനെ വളരുന്നുവെന്ന് ആളുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി. നിലത്ത് വീഴുന്ന വിത്തുകൾ പുതിയ സസ്യങ്ങളായി വളരുന്നത് അവർ ശ്രദ്ധിച്ചു. ആളുകൾ വിത്തുകൾ ശേഖരിച്ച് അവരുടെ താമസ സ്ഥലങ്ങൾക്ക് സംരക്ഷിക്കാൻ തുടങ്ങി. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ചില പ്രദേശങ്ങളെ വിളകൾ വളർത്തുന്നതിന് അനുയോജ്യമാക്കി. കാർഷിക പ്രവർത്തനങ്ങൾക്ക് മൃഗങ്ങളെ വളർത്തുന്നതും സഹായകരമായി. പതുക്കെ വിളകൾ വളർത്തുന്നത് തങ്ങൾക്ക് സ്ഥിരമായ ഭക്ഷണം നൽകുന്നുവെന്ന് ആളുകൾ മനസ്സിലാക്കി. ഈ അറിവ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വ്യാപിച്ചു. ഇത് കൃഷിയുടെ വ്യാപനത്തിലേക്ക് നയിച്ചു. വ്യാപാരത്തിന്റെ തുടക്കം. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മനുഷ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരീക്ഷിക്കുകയാണ് നിഷാൻ. ഏതൊക്കെ ചിത്രങ്ങളുണ്ട് മക്കളെ? ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം, കൃഷിയുടെ വ്യാപനം, സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിപണനം. ചിത്ര നിരീക്ഷണത്തിലൂടെ നിഷാൻ കണ്ടെത്തിയ ആശയങ്ങളെ അവയുടെ കാലക്രമത്തിനനുസരിച്ച് പട്ടികപ്പെടുത്തു. ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം, സാധനങ്ങളുടെ കൈമാറ്റം, അതായത് ബാർട്ടർ സമ്പ്രദായം, പിന്നെ കൃഷിയുടെ വ്യാപനം, സാധനങ്ങളുടെ വിപണനം. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബാർട്ടർ സമ്പ്രദായം അല്ലെ. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത അഥവാ സിൽക്ക് റൂട്ട് ഇതിനുദാഹരണമാണ്. ഇനി നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, നോക്കൂ. കൃഷിയുടെ വ്യാപനം, അതിനുശേഷം കൃഷിയുടെ വ്യാപനം അധികരിച്ചപ്പോൾ അതിൽ നിന്ന് മിച്ചോൽപാദനം ലഭിച്ചു. പിന്നെ ഉൽപ്പന്ന സംഭരണം ഉണ്ടായി, അതിൽ നിന്ന് ഉൽപ്പന്ന കൈമാറ്റം ഉണ്ടായി, പിന്നെ ചന്തകളും അങ്ങാടികളും ഉണ്ടായി, അത് വലുതായി കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളുമായി. ചോദ്യം നോക്കൂ. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിന്റെ സഹായത്താൽ കൃഷിയുടെ വ്യാപനം മുതൽ നഗരങ്ങളുടെ രൂപപ്പെടൽ വരെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. ഈ കൈമാറ്റം കൂടുതൽ സുഗമമാക്കാനായി അങ്ങാടികളും ചന്തകളും രൂപപ്പെട്ടു. പതുക്കെ ഇവ കച്ചവട കേന്ദ്രങ്ങളുടെയും നഗരങ്ങളുടെയും ഉത്ഭവത്തിന് കാരണമായി. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തല്ലോ. കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളവയായി മാറി.
ഇവിടെ കൗടില്യനെ കുറിച്ച് ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തന്നിട്ടുണ്ട്. നോക്കൂ, അഭിവൃദ്ധിയുടെ മൂല കാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിന്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്ന കൗടില്യന്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത്. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നമുക്കിവിടെ തേയില കൃഷിയിൽ നിന്ന് ചായപ്പൊടിയുടെ ഉൽപാദനത്തിലേക്കുള്ള ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണല്ലോ ചായ. ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ്. തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്? തേയില ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു. അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു. ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നു. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് 3 മേഖലകളിലായി നമുക്ക് തിരിക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം എങ്ങനെയാണ്? ഒന്ന് പ്രാഥമിക മേഖല, പിന്നെ രണ്ടാമത്തെ ദ്വിതീയ മേഖല, മൂന്നാമത്തേത് തൃതീയ മേഖല. പ്രാഥമിക മേഖലയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഉദാഹരണം കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. രണ്ടാമത്തേത് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. ഉദാഹരണം വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. മൂന്നാമത്തേത് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ഉദാഹരണം ബാങ്കിംഗ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. ഈ 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നമുക്കിവിടെ ഖനനം, മത്സ്യബന്ധനം, ആരോഗ്യ രംഗം, വ്യവസായം, കെട്ടിട നിർമ്മാണം, കൃഷി, വൈദ്യുതി ഉൽപാദനം, വാർത്താവിനിമയം, ബാങ്കിംഗ് തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ചോദ്യം? ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളിലായി പട്ടികപ്പെടുത്തൂ. ആദ്യത്തേത് പ്രാഥമിക മേഖലയാണ്. അതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഖനനം, മത്സ്യബന്ധനം, കൃഷി തുടങ്ങിയവയാണ്. രണ്ടാമത്തേത് ദ്വിതീയ മേഖലയാണ്. അതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം തുടങ്ങിയവ. മൂന്നാമത്തേത് തൃതീയ മേഖല. അതിനുദാഹരണങ്ങളാണ് ആരോഗ്യരംഗം, വാർത്താവിനിമയം, ബാങ്കിംഗ് എന്നിവ. വ്യവസായങ്ങളുടെ വളർച്ച. ഇവിടെ റബ്ബർ ചെരുപ്പിന്റെ ഒരു ആത്മകഥയാണ് തന്നിട്ടുള്ളത്. മഴ നനഞ്ഞു, മഞ്ഞണിഞ്ഞ്, വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത്. എന്നെ ശേഖരിച്ച് ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. ഉണക്കിയെടുത്ത ഷീറ്റ് വാൽക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി. ചെരുപ്പിന്റെ കനമുള്ള അച്ചുപയോഗിച്ച് അമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി. ചുറ്റികയുടെ നാദവും തുകലിന്റെയും റബ്ബർ ഷീറ്റിന്റെയും ഗന്ധവുമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി. എന്നെ കൂടുതൽ മോടി വരുത്തി വിപണിയിലേക്ക് കയറ്റിവിട്ടു. വിപണിയിൽ വെച്ചാണ് ഞാൻ മനുഷ്യരുമായി ചങ്ങാത്തം കൂടിയത്. പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഭാഗമായി. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ, ശാന്തമായ ഗ്രാമങ്ങളിൽ, മലമ്പാതകളിൽ, തൊഴിൽശാലകളിലെല്ലാം എന്റെ ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു. റബ്ബർ ചെരുപ്പിന്റെ ആത്മകഥ വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഒരു ആത്മകഥ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഞാനിവിടെ പുസ്തകത്തെ കുറിച്ചുള്ള ആത്മകഥയാണ് എഴുതുന്നത്. ഒരു മരത്തിൽ നിന്ന് കടലാസായി മാറിയതാണ് എന്റെ ജീവിതകഥ. നിരവധി പേപ്പർ കഷ്ണങ്ങളായിരുന്നു ഞാൻ. അച്ചടിശാലയിൽ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്ത് പുസ്തകമായി മാറി. കടകളിലൂടെയും ലൈബ്രറികളിലൂടെയും നടത്തിയ യാത്രകൾ എന്നെ അത്ഭുതം കൊള്ളിച്ചിട്ടുണ്ട്. വായനക്കാരിലൂടെ ലഭിച്ച അറിവുകളും അനുഭവങ്ങളും എനിക്കെന്നും അഭിമാനം നൽകുന്നവയാണ്. പുതിയ തലമുറയിലേക്ക് അറിവ് പകർന്നു നൽകുന്നതിനെ കുറിച്ചും എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി.
പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. ഇവിടെ മുളയിൽ നിന്ന് പേപ്പറിൽ നിന്ന് തുടർന്ന് പുസ്തകങ്ങളും ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ പാലിൽ നിന്ന് റബ്ബർ ഷീറ്റിൽ നിന്ന് തുടർന്ന് ടയറും ഉണ്ടാക്കുന്ന ചിത്രവും തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിത്രങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്ന് മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപാദനം സാധ്യമാകുന്നത്. എന്താണ് ഉൽപാദനം എന്ന് നമുക്ക് നോക്കാം. ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഇവ ഓരോന്നും വിശദമായി പരിചയപ്പെടാം. ആദ്യത്തെ ഉൽപാദന ഘടകം ഭൂമിയാണ്. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപാദന വിഭവങ്ങളാണ് കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ് അഥവാ കാറ്റാടി യന്ത്രത്തിന് വേണ്ട കാറ്റ്. ഇതെല്ലാം ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നവ കൂടാതെ മറ്റെന്തെല്ലാം പ്രകൃതി വിഭവങ്ങൾ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. പെട്രോളിയം, ലോഹങ്ങൾ, പ്രകൃതിവാതകം, സൂര്യപ്രകാശം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഉൽപാദന ഘടകമാണ് തൊഴിൽ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. നിങ്ങളുടെ പരിസരത്ത് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പരിചയപ്പെട്ടില്ലേ? അവരുടെ തൊഴിലിന്റെ സവിശേഷതകൾ അന്വേഷിച്ചറിയൂ. അപ്പൊ പലർക്കും പല തൊഴിലുകളായിരിക്കും. ആ പല തൊഴിലിനും പല പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ആളുകളോടോ അതുപോലെ വീട്ടിലുള്ള അംഗങ്ങളുടെ തന്നെ തൊഴിലിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്. അടുത്ത ഉൽപാദന ഘടകം മൂലധനമാണ്. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഭാഗമാണ്. മൂലധനം പലവിധം. സാമ്പത്തിക മൂലധനം അഥവാ പണം, നിക്ഷേപം തുടങ്ങിയവ. മനുഷ്യ മൂലധനം അതായത് കഴിവ്, ജ്ഞാനം തുടങ്ങിയവ. ഭൗതിക മൂലധനം അതായത് യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ. പ്രകൃതി മൂലധനം അതായത് വിഭവങ്ങൾ, പരിസ്ഥിതി തുടങ്ങിയവ. എന്നിങ്ങനെ മൂലധനം പലവിധമുണ്ട്. നാലാമത്തെ ഉൽപാദന ഘടകമാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അഥവാ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിന്റെ ഭാഗമാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്. അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ പഠിച്ച ഉൽപാദന ഘടകം ഭൂമിയായിരുന്നു. അതിനുവേണ്ട പ്രതിഫലം പാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി തൊഴിലാണെങ്കിൽ കൂലിയായിട്ട് ലഭിക്കുന്നു, മൂലധനമാണെങ്കിൽ പലിശയായിട്ട് ലഭിക്കുന്നു, സംഘാടനമാണെങ്കിൽ ലാഭമായിട്ട് ലഭിക്കുന്നു. താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഉൽപാദന ഘടകങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള വർക്ക് ഷീറ്റ് പൂർത്തിയാക്കുക. കായികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. അതാരാണ്? തൊഴിലാളികളാണ്. ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം പലിശയാണ്. ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം മൂലധനമാണ്. ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തി സംരംഭകനാണ് അല്ലെങ്കിൽ സംഘാടകനാണ്. ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ടുള്ള ഘടകം ഭൂമിയാണ്. ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക്. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഒരു കുട്ടി കടയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ചാർട്ട് പേപ്പർ, റിബൺ, സ്കെയില്, സ്കെച്ച് പെന്ന് തുടങ്ങിയവ. നിങ്ങളും ഇതുപോലെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാറില്ലേ? ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു.
കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പട്ടിക തയ്യാറാക്കുക. ഇത് മക്കൾക്ക് ചെയ്യാവുന്നതാണ്. അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങി, അതുപോലെ ആശുപത്രിയിലോ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക കേട്ടോ. സേവനങ്ങളും എഴുതി ചേർക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. ഗാന്ധിജിയുടെ ഒരു സന്ദേശം നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിന്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിന്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ്. ഉപഭോക്താവിന്റെ പ്രാധാന്യം ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞില്ലേ? നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണനയും ലഭിക്കാറുണ്ടോ? ചർച്ച ചെയ്യൂ. ഇനി നമുക്ക് കുറച്ച് വാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. നോക്കൂ. കറി പൗഡറിൽ മായം, പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അളവ് തൂക്ക തട്ടിപ്പ്, ഒരു മാസത്തിനിടെ 90 ലക്ഷം പിഴയിട്ടു. വൃത്തികുറവും മായം കൂടുതലും, 100-ലധികം ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. 400 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കൂ. ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ലേ? എന്തെങ്കിലുമൊക്കെ വാർത്തകൾ നമ്മൾ ഇതുപോലെ കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചിലതൊക്കെ ഉണ്ടാവാറും ഉണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം, വിശ്വാസ്യത, അളവിലും തൂക്കത്തിലും കൃത്യത. ചുവടെ നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ. നോക്കൂ. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അവയിൽ നിയമാസൂത്രിതം രേഖപ്പെടുത്തിയ പരമാവധി വില, അതായത് MRP കൃത്യമായി പരിശോധിക്കാറുണ്ട്. അത് ചെയ്യണം. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി അഥവാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട്. അതും ചെയ്യണം. പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിന് ഉണ്ടായിരുന്നു. അതും എന്താണ്? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മളത്, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ശരിക്കും ഉണ്ടാവണം. ഓക്കെ. വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കാറുണ്ട്. അതായത് സർവീസിങ്ങും കാര്യങ്ങളൊക്കെ, അതും ചെയ്യേണ്ടതാണ്. വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിന്റെ വില അനുസരിച്ചുള്ള ഗുണമേന്മ ഉണ്ടായിരുന്നു. അതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി ചേർക്കുക. വർക്ക് ഷീറ്റ് പൂർത്തിയാക്കിയതിലൂടെ ഉപഭോക്താവ് എന്ന നിലയിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും പ്രദർശിപ്പിക്കൂ. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. 1-2 കൊട്ടേഷൻ, അതിനുവേണ്ട കൊട്ടേഷൻ ഞാൻ എഴുതി തരാം. അതുപോലെ എഴുതി ചേർത്താൽ മതി കേട്ടോ. ഗുണമേന്മ ഉപഭോക്താവിന്റെ അവകാശമാണ്, അത് നേടിയെടുക്കുക തന്നെ വേണം. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദനം, മിച്ചോൽപാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്